എല്ലാവരും അത്രയും പൊന്നുപോലെ എൻ്റെ അനിയന്മാരെ പോലെയല്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഇവരെല്ലാം ജീവിതത്തിൽ ജയിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ, മനസ്സിലാ? പൊന്നുപോലെ ഞാൻ നോക്കിയത് എല്ലാവരും. പൈസക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നടക്കുന്നത് ബ്ലാക്ക് മെയിലാ, പക്ക ബ്ലാക്ക് മെയിൽ, മനസ്സിലാ? ഇന്നലെ ഇട്ട വീഡിയോ അടക്കം ഓൻ പറയുന്നുണ്ട് 20% ഞാൻ പുറത്തോട്ട്. ഓൻ പറയാനുള്ളത് ഓൻ്റെ മാക്സിമം കളവിൻ്റെ എക്സ്ട്രീം എത്ര പറയണ്ട അത് മൊത്തം പറഞ്ഞു തരും, മനസ്സിലായോ? എല്ലാവരും അത്രയും പൊന്നുപോലെ എൻ്റെ അനിയന്മാരെ പോലെയല്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും, നമുക്ക് അന്ന് നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നവൻ ചതിച്ചാണ്ടല്ലോ മോനെ, ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ, ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നിഹാദ് തൊപ്പിക്കെതിരായിട്ട് തൊപ്പി ഗ്യാങ്ങിൽ നിന്നും വിട്ടുപോയ മമ്മൂസ് ആൻഡ് ടീമിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടു കാണും. കുറച്ച് ആരോപണങ്ങൾ തൊപ്പിയെക്കുറിച്ച് കുറച്ച് ആരോപണങ്ങൾ വലിയ രീതിയിൽ കടുത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. തൊപ്പി കാണുന്നതല്ല, റിയൽ ഫേസ് ഇതല്ല തൊപ്പിയുടെ എന്നുള്ളത്. തൊപ്പി നിങ്ങളാരും കാണാത്ത മറ്റൊരു മുഖം ഉണ്ട് എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. എന്നാൽ അതിനുള്ള മറുപടിയായിട്ട് തൊപ്പിയും വന്നേപ്പോൾ ഉണ്ട്. അപ്പം അവർ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റിനുള്ള കുറച്ച് മറുപടിയാണ് ആദ്യം നിങ്ങൾ തൊപ്പിയുടെ നമ്മുടെ ഈ വീഡിയോ കണ്ടത്. ഇപ്പോൾ ഈ മമ്മു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കാം, അതൊന്ന് കാണാം. നീ അതിൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്, ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓൾ ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാം, ഒന്ന് നീ അതിൻ്റെ ഷട്ടി പോയി ഇറങ്ങും. കാരണം ഓൻ്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര തായാണ് നമ്മളെങ്ങനെയാണ് അവർ കാണുന്നത്? നമ്മളെന്താ അടുത്ത നായിക്കളോ? എനിക്കറിയാൻ വയ്യാത്തത് ഈ നിക്കർ കഴുകൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്നുള്ളതാണ്. ഈ ഒരു നിക്കറും അത് ഇട്ടതും അത് കഴുകിയതുമാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ് ഇതിലെല്ലാം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ആവട്ടെ. അപ്പം ഇങ്ങനൊരു കാര്യം ഇപ്പം മമ്മൂൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്. അപ്പം അവനെ കൊണ്ട് പിന്നെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ കഴുകിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വസ്ത്രം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് പിന്നെ തൊപ്പി അംഗീകരിക്കുന്നുണ്ട്. അതിന് തൊപ്പി പറയുന്ന കാരണം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടലിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ, മനസ്സിലായോ? നീ ഷഡ്ഡി കഴിക്കട്ടെ, നിന്റെ ജോലിയാടാ നായിന്റെ മോനെ, നിന്റെ ജോലിയാടാത്. നിന്നെ ഇത്രയും കാലം തീറ്റിപ്പോയിട്ട് ഇത്ര പൈസ എന്നെ കൊണ്ടുപോയടാ നീ. എന്നാ പറയടാ, നീ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയണം. ഞാൻ കണക്ക് വെച്ചിട്ടില്ലടാ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്, മനസ്സിലായി? ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഇതിന്റെ കണക്ക് കിട്ടി, ഈ 2 അക്കൗണ്ട് കണക്ക് കിട്ടി, വേറെ അക്കൗണ്ട് കണക്ക് കിട്ടിയില്ല. അത് കിട്ടണം. ഞാൻ കയ്യിൽ നിനക്ക് തന്നതിന്റെ കണക്ക് നിനക്ക് പറയാൻ പറ്റൂടാ ലൈവില്? കുറച്ചെങ്കിലും നാണം മാനുണ്ടെങ്കിൽ പറയടാ. അപ്പം ആ ഒരു വിഷയത്തിൽ ഇത് കേട്ടല്ലോ. ഈ മമ്മൂനെ സംബന്ധിച്ച് പിന്നെ നമുക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നോട്ടാണ്. പിന്നെ അവിടുത്തെ അല്ലറ ചില്ലറ പരിപാടിക്കൊക്കെ ആയിരിക്കും, ജോലിക്കൊക്കെ ആയിരിക്കും അവനെ നിർത്തിയിരുന്നത്. എന്തുകൊണ്ട് അവന് ഇത്രയും കാലം, ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാലം ഈ തൊപ്പിയുടെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റത്തില്ലെങ്കിൽ അന്ന് ഇട്ടിട്ട് പോകാമല്ലോ. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറി നമുക്ക് പറ്റത്തില്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറയാതെ നമ്മൾ എന്തോ സ്വയം അങ്ങ് മാറില്ലേ? നമ്മളെ ആരും പിടിച്ച് അവിടെ കെട്ടിയിടത്തൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ ബോണ്ട് എഴുതി നമ്മൾ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും അല്ലല്ലോ അങ്ങനെ ജോലി ചെയ്യുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ ഒരാളുടെ കീഴിൽ തന്നെ ഇല്ലേ, ആർക്കും പിന്നെ ബോണ്ട് എഴുതി കൊടുത്തിട്ടൊന്നുമല്ലല്ലോ കയറുന്നത്. വേണ്ടെങ്കിൽ ഈ മമ്മൂന് അന്നേ ഇട്ടിട്ട് പോരായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം അവിടെ നിലനിൽക്കെ തന്നെ ഈ ആരോപണങ്ങൾക്ക് എത്ര കഴമ്പുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര വിശ്വാസ്യതയുണ്ട് എന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എല്ലാവർക്കും ഫെയിം ആണല്ലോ ആവശ്യം. ഇപ്പം തൊപ്പിയിൽ നിന്നും വിട്ടുപോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ച് അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും ഒരു ഫോക്കസ് കിട്ടും. അതാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. അപ്പോൾ ഇതിനകത്ത് ഈ മമ്മുവായിട്ട് ബന്ധപ്പെട്ട് തൊപ്പി പറയുന്ന 1-2 ആരോപണങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കാം. ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പെണ്ണിനാ അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ചു കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കുമ്പോൾ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ചു കാണിച്ചപ്പോൾ ഇവൻ കൈ പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. മൊത്തം സീനായി. എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രം ആ പെണ്ണ് കേസിന് പോയില്ല. ഓക്കെ, കേസിന് പോയില്ല. അത് ഞാൻ പറയില്ല. ഇപ്പം ആണെങ്കിൽ എനിക്കറിയില്ല, ഓളെ പേര് പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല, ഓൾ ഇന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾ വന്ന് പറയും. ഓക്കെ, ഡ്രഗ്സ് കേട്ടിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവർ എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എടാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. ഇതൊരു പക്ഷേ ശരിയായിരിക്കാനാണ്
ചാൻസ്. ഈ മമ്മൂൻ്റെ പഴയ കാലം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ഒരു ഇൻ്റർവ്യൂ നടത്തി ആ ഇൻ്റർവ്യൂവിനകത്ത് ഈ മമ്മൂ ഒരുപാട് ഏറിപ്പോവുകയും ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തായിരുന്നു. അറിയാലോ, പണ്ട് കൊച്ചിലെ അയലത്തെ വീട്ടുകളിലെ കുളിമുറിയൊക്കെ ഒളിഞ്ഞു നോക്കും എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും. നമ്മളെല്ലാവരും കണ്ടതാണ് അത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ തൊപ്പി പറഞ്ഞ ഈ ഒരു ആരോപണം ശരിയാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്യൂയിൽ പിന്നെന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. പക്ഷേ തൊപ്പി പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതിന് കാരണമായിട്ട് തൊപ്പി ഇത് പറയാൻ കാരണമായ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് മമ്മു പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളതൊന്ന് കാണാം. കാരണം റാംബോന്റെ അടി എന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാണ്. നിങ്ങളുടെ ലൈവിൽ കാണുന്നുണ്ടല്ലോ അടി. അതേപോലത്തെ നല്ല ശരിക്കും ഓനിക്ക് ദേഷ്യം പിടിച്ച് എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓന്റെ ഷഡ്ഡി കളിക്കത്തില്ല അടി. ഓന്റെ ഷഡ്ഡി കളിക്കത്തില്ല, അന്ന് പൈസയില്ല, ചായയില്ല, ഒന്നുമില്ല. ഓന്റെ ആട്ടും തുപ്പും കേട്ടിട്ട് ഓന്റെ ഷഡ്ഡി വരെ അലക്കിട്ട് അവിടെ നിൽക്കണം. റാംബോ തൊപ്പി ഷഡ്ഡി. ഇതിനകത്ത് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിക്കർ തന്നെയാണ്. നിക്കർ കഴുകാക്കോ. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ നിന്നത് എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് ഇട്ടെറിഞ്ഞിട്ട് പോരുന്നൂടായിരുന്നോ എന്നുള്ളതാണ്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ മമ്മു പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതും. അപ്പോൾ തൊപ്പിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായിട്ട് വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു സഹായമൊന്നും തൊപ്പിക്ക് കിട്ടിയിട്ടില്ല തൊപ്പിയുടെ ഭാഗത്തു നിന്നും ഈ മമ്മൂനും ടീമിന് കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ്. അപ്പം അതിന് തൊപ്പി കൊടുക്കുന്ന മറുപടിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഈ മമ്മു പറയുന്നതൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് തൊപ്പിയുടെ ഭാഗം കൂടെ കേൾക്കാം. എൻ്റെ മോൻ്റെ പൈസ ഉണ്ട്. അതായത് ആൾക്കാർ നമ്മളെ കാണുന്നത് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന ആൾക്കാരുടെ മൈൻഡിലുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം നമ്മളെ ഇവർ പൈസ ഉണ്ടോ. കാരണം നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ് ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മുമ്പോട്ട് വീട് അതൊന്നും കാണിക്കണം, കാരണം എൻ്റെ വില പോകുന്ന കേസാണ്. ഓൻ്റെ വില പോകുന്ന കേസാവും ഒരു എൻ്റെ വീടും എൻ്റെ. കാരണം ഉമ്മ സത്യത്തിൽ പറയാം, ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാൽ ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്. അതായത് ആ ചോരുന്നാടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല കാര്യങ്ങൾ ഒക്കെ എന്ന് പറയുന്നത്. അപ്പം തൊപ്പി അതിന് എവിഡൻസ് ആയിട്ട് ഗൂഗിൾ പേ വഴി കൊടുത്ത കാശ് കാണിക്കുന്നുണ്ട്. അല്ലാതെ പേഴ്സണലി കയ്യിൽ കൊടുത്ത പൈസയും ഒരുപാടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും തെളിവ് വെച്ചിട്ടില്ല പുള്ളി എന്നുള്ളതാണ്. ഗൂഗിൾ പേ എന്തായാലും തെളിവ് കാണുമല്ലോ. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ആ വീഡിയോയുടെ ഒന്ന് കാണാം. ഗൂഗിൾ പേ വഴി ഈ മമ്മൂന് കൈമാറിയ കാശിൻ്റെ തെളിവ് തൊപ്പി കാണിക്കുന്നത്. പൈസ ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും അവർക്ക് കൊടുത്തില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പിന്നെ വേറെ ചേർത്തെ മറ്റേ ഫോൺ എടുത്തേ, അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്നു നിൽക്കണേ. ഇതോ കണ്ടോ, ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഇവര് ചെയ്തെന്താന്ന് ആലോചിക്കടാ. ഞാൻ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവരും കയറിപ്പോട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പൈസക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹം കയറിയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യോടാ? ഇവർ ഇത്രയും ധൈര്യം ഇതിന് കാണിക്കണമെങ്കിൽ ഞാൻ അത്രയും പാവാന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ അത്രയും ഞാൻ ഇതിൽ ഈ 3 മാസമായിട്ട് ഞാൻ ഇവർക്കെതിരൊന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ജീവിക്കട്ടെ, നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ. ഇന്നലെ വന്നിട്ട് എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞത്? അവർക്ക് സാലറി കൊടുത്ത ബ്രോ എവറിത്തിങ് ഐ ഹാവ്. ഓക്കെ, ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യവും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഇന്നലെ ആ ലൈവിൽ നടന്നത് അതിന് മുന്നേട്ട് അവരെന്തുകൊണ്ട് ആദ്യം ലൈവ് ചെയ്തില്ല? ആദ്യം ഒരു പ്രാക്ടീസ് പോലെ വീഡിയോ എടുത്ത് 10 ടേക്ക് എടുത്ത് വീഡിയോ എടുത്തിട്ടേക്കാം. ഞാൻ ഡയറക്റ്റ് ലൈവിലൊന്നും നിൻ്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. 1% പോലും അതിൽ സത്യമില്ല. 1% പോലും 0.5% ചിലപ്പോൾ സത്യം ഉണ്ടാവും. ഓക്കെ, 1% പോലും അതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യൂലടാ. പക്ഷെ ഇതെനിക്ക് ഇതിൽ ആരുടെയൊക്കെ ജീവൻ തകരുമെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, സംഗതി തൊപ്പിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പം അതൊരു അറിയപ്പെടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, അതൊരു ബ്ലാക്ക് മാർക്കാണ്. അദ്ദേഹത്തിന് അന്നേരം അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്.
അപ്പം ഇതിനകത്ത് ഈ സാലറി കൊടുക്കുന്നില്ല, അല്ലെ പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് കള്ളമാണ് എന്നുള്ള തെളിയുന്ന രീതിയിലാണ് ഇപ്പം ഗൂഗിൾ പേയിൽ നമ്മൾ കണ്ടത്. എന്തായാലും അതും എനിക്ക് തോന്നുന്നില്ല കാശൊന്നും കൊടുക്കാതിരിക്കും എന്നുള്ളത്. തൊപ്പി എന്തായാലും പൈസ ഒക്കെ കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവർക്ക് തമ്മിൽ ഇടയിലുണ്ടായത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ വലിയ എമൗണ്ട് വല്ലതും അവർ ചോദിച്ചോ, അത് കൊടുക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണോ എന്നുള്ളത്. സാമ്പത്തികമാണല്ലോ പ്രശ്നം, പിന്നെ ഫെയിമും ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇതിലുണ്ടായ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും ഇതിനകത്ത് ലാസ്റ്റായിട്ട് തൊപ്പിയുടെ ഒരു 2 ബൈറ്റ് കൂടെ ഉണ്ട്. നമുക്ക് അതുകൂടെ കണ്ടതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുന്നത് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് നമ്മളോട് പറഞ്ഞാൽ നമുക്കതൊന്ന് അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 ബൈറ്റ് കൂടെ ഒന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇവിടെ ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എന്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിട്ടേ കഴുകടാന്ന് പറഞ്ഞാ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? ഒരംശം പോലും എടാ എനക്കറിയാടാ, എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ നിന്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും ഐ എം എ ജെന്യൂൻ പേഴ്സൺ എന്ന്. മനസ്സിലായി? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും ചതിക്കാണ്ട് ഇതാക്കാണ്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിയത്. മനസ്സിലാ? നിന്നെല്ലാം പോലെ ഒന്നിച്ച് ഇത്രയും ഊട്ടി വളർത്തിയ, അന്നം തന്ന കൈക്ക് കൊത്തിയിട്ട് വേഷം തന്ന് കൊന്ന ഷമീർ സിസ് മാരേജ്. എന്ത് സിസ് മാരേജാ ഇത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓന്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് മൊത്തം ചെലവ് നോക്കി ഞാൻ നടത്താന്ന് പറഞ്ഞതാ. മനസ്സിലാ? ഓന്റെ പെങ്ങളെ മൊത്തം നടത്താനല്ല, അതിന്റെ മൊത്തം ചെലവ് ഓൻ എന്തിടണം, ആ വീട്ടിൽ ഓന്റെ പെങ്ങളെ കല്യാണത്തിന് ഓൻ എത്ര പൈസ ഇടണം, അത് മൊത്തം ഞാൻ നോക്കിക്കോളാൻ പറഞ്ഞത്. അത് മൊത്തം എന്റെ വകാന്ന് ഞാൻ പറഞ്ഞോ. ഓക്കെ, ഞാൻ ചെയ്തു കൊടുക്കാൻ പറഞ്ഞ ഇവൻ ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിട്ട് ഇത് വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ ഭാഗത്തായിരിക്കാം ശരി എന്നുള്ളത് നമുക്ക് കണ്ടെത്താം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് മാത്രമല്ല, ഇപ്പം മമ്മൂനെ പോലുള്ള ഒരു വ്യക്തിയെ തൊപ്പി ജോലിക്ക് വെച്ചേക്കുന്നത് എന്തായാലും ഫിനാൻഷ്യലി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ പ്രാപ്തനല്ലാത്തൊരു വ്യക്തി, അദ്ദേഹത്തിന് അവിടെ വീടിൻ്റെ കാര്യങ്ങളൊന്ന് തൂക്കുക, തുടയ്ക്കുക, പിന്നെ അതല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് കഴുകുക, അത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് തൊപ്പി പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ജോലിക്ക് വെച്ചിരുന്ന മമ്മു, അപ്പോൾ ഇത്ര കാലം ജോലി ചെയ്തുകൊണ്ടിരുന്ന മമ്മു അതിനെ കെട്ടിയിട്ട് ജയിച്ചതല്ല. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ തൊപ്പിക്കെതിരെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. പിന്നെ പൊയ് മുഖമുള്ള ഒരു വ്യക്തിയാണോ തൊപ്പി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും ഒരു മനുഷ്യന് നെഗറ്റീവും പോസിറ്റീവും കാണും. അപ്പം അതെന്തായാലും ഉറപ്പാണ്. ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ ആരും കാണാത്തൊരു മുഖം എല്ലാ മനുഷ്യർക്കും കാണും. അതെനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അത് തൊപ്പിക്കും കാണുമായിരിക്കും. അതൊരു മനുഷ്യൻ്റെ സ്വഭാവമാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പം അവരുടെ ഭാഗത്ത് നിന്നും, മമ്മൂ ടീമിൻ്റെ ഭാഗത്ത് നിന്നും എന്താണ് മറുപടികൾ വരുന്നത് എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്കൊരു ഫൈനലായിട്ടൊരു വീഡിയോ കൂടി ഇതിനെക്കുറിച്ച് ചെയ്യാം. അപ്പം ഇതുവരെ കണ്ടത് വെച്ച് ഈ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും വേറെ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്